എൻ്റെ പേര് മാനുവൽ എന്നാണ്. എൻ്റെ അമ്മ മിനി. ഞങ്ങൾ ചേരാനല്ലൊരു സെൻറ്റ് ജെയിംസ് ഇടവക അംഗങ്ങളാണ്. ഇന്നലെ ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മുമ്പിൽ വന്ന് ഞാൻ കാണാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അമ്മച്ചിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ കഴുത്തിൻ്റെ അതായത് ഈ താടിയലിൻ്റെ താഴ്ത്തായിട്ട് ചെറിയൊരു മുഴയുണ്ട്. അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് നമുക്ക് USG റിപ്പോർട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് FNAC ടെസ്റ്റിന് അയക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ FNAC ടെസ്റ്റിന് വേണ്ടിയിട്ട് RCCയുടെ കലൂരുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ ടെസ്റ്റിന് കൊടുത്തേക്കണേണ്. ആ സമയത്താണ് ഇന്നലെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചത്. അച്ഛൻ അമ്മേനെ ഒന്ന് ഊതി, അതേപോലെ തന്നെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് നീ ഒന്ന് തൊട്ടു നോക്ക്, അവിടെ ഇപ്പം മുഴയുണ്ടാന്ന്. ഞാൻ തൊട്ടു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും മുഴയല്ല, ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന് തൊട്ടു മുമ്പ് വരെ കല്ലച്ചിങ്ങനെ ഇരുന്നേച്ചാൽ മുഴ ഇവിടെ ഇങ്ങനെ തൊട്ടു പിടിക്കുമ്പോഴത്തേക്കും ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ഇപ്പൊ ആ മുഴ അപ്പൊ ആ പഞ്ഞിക്കെട്ട് തന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അത് തന്നെ മാറി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കല്ലിച്ചിരുന്നത് അതിന്റെ രൂപമൊക്കെ മാറി. കർത്താവ് ചോയേന്ന് വിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്കറിയാം FNACയുടെ റിസൾട്ട്, അതിന് എന്തു വേണേലും വന്നോട്ടെ, ഇനി വീണ്ടും കുത്തിയെടുക്കാനായിട്ട് അവിടെ മുഴയില്ല അല്ലേ? പ്രൈസലോ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാ